നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തൃശൂർ നിയുക്ത MP സുരേഷ് ഗോപി പാർലമെന്റിൽ. ഇന്നത്തെ ദിവസം അതിരുകളില്ലാത്ത സന്തോഷമുണ്ടെന്ന് സുരേഷ് ഗോപി പാർലമെന്റിലേക്ക് പോകുന്ന വഴിയെ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. കേരളത്തിൽ നിന്നുള്ള ആദ്യ BJP ലോക്സഭാ MP എന്ന ഭാരം തലയിലെടുത്ത് വയ്ക്കുന്നില്ല എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രതികരണം. ഞാൻ മറ്റൊരു MP ആണ്. വീറും വാശിയോടെയും മറ്റുള്ളവർക്ക് ചെയ്യാൻ പറ്റാത്തത് ചെയ്യണം എന്നാണ് സുരേഷ് ഗോപിയുടെ ദൃഢപ്രതിജ്ഞ. കേന്ദ്രമന്ത്രി ആകുമോ എന്ന ചോദ്യത്തിനോട് അദ്ദേഹത്തിന്റെ പ്രതികരണം ഇപ്രകാരമാണ്. താൻ നേരത്തെയും ഈ വിഷയത്തിൽ പ്രതികരിച്ചിരുന്നു. ഇനിയും പറഞ്ഞാൽ അത് നെഗറ്റീവാകും. കഴിഞ്ഞ ദിവസം രാത്രി ഒരുപാട് പേര് തന്നെ വിളിച്ചിരുന്നു, തനിക്ക് ഉപദേശം നൽകിയിരുന്നു. എല്ലാം ദൈവനിശ്ചയം പോലെ നടക്കുമെന്നും സുരേഷ് ഗോപി പ്രതികരിച്ചു. എന്തായാലും അദ്ദേഹം കേന്ദ്രമന്ത്രി ആകും എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം അത്തരത്തിലുള്ള സാഹചര്യങ്ങളാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ കേന്ദ്രമന്ത്രി സ്ഥാനം ഉറപ്പുള്ള കാര്യം തന്നെയാണ്. ഏത് വകുപ്പ് എന്നതാണ് ഇനി അറിയേണ്ടതായിട്ടുള്ളത്. എന്തായാലും ഡൽഹിയിൽ വലിയ രീതിയിലുള്ള നീക്കങ്ങളാണ് നടക്കുന്നത്. മാത്രമല്ല കസേരകൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. എന്തായാലും ഇന്ന് തന്നെ തീരുമാനങ്ങൾ, കേന്ദ്രമന്ത്രി സ്ഥാനം സുരേഷ് ഗോപിക്ക് ഉണ്ടോ എന്നതടക്കമുള്ള വിവരങ്ങൾ പുറത്തുവരും. അതേസമയം കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപിയുടെ പ്രതികരണം ഇപ്രകാരമായിരുന്നു. താൻ കേരളത്തിനെ പ്രതിനിധീകരിക്കുന്ന ആളാണെന്നും ഒരു പ്രദേശത്തിന്റെ പ്രതിനിധിയാക്കേണ്ടതില്ല എന്നും സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു. കേരളത്തിന് വേണ്ടിയാണ് പ്രവർത്തിക്കുക. എയിംസ് കേരളത്തിലേക്ക് കൊണ്ടുവരാൻ പരിശ്രമിക്കും. 2026 കേരളത്തിൽ BJPയുടെ മുഖമാകുമോ എന്ന ചോദ്യത്തിന് 5 വർഷത്തേക്ക് MP ആയിട്ടാണ് ജനങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നതെന്നായിരുന്നു സുരേഷ് ഗോപിയുടെ മറുപടി. അതിലും വലിയ ഒരു ഉത്തരവാദിത്തം ജനങ്ങൾ തരണമെന്ന് തീരുമാനിച്ചാൽ പാർട്ടി അനുവദിക്കുമെങ്കിൽ അത് ചെയ്യും. ഇപ്പോൾ അങ്ങനെ ഒരു ഉദ്ദേശമില്ലെന്നും സുരേഷ് ഗോപി പറഞ്ഞിരുന്നു. കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ BJP MP എന്ന നിലയിൽ ദില്ലിയിലേക്ക് പോകുന്നതിൽ അഭിമാനമുണ്ടെന്നും സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു. കേന്ദ്ര മന്ത്രിസ്ഥാനം കിട്ടിയാൽ ഭാരിച്ച ചുമതലയാകുമെന്നായിരുന്നു സുരേഷ് ഗോപി തൃശൂരിൽ വച്ച് നേരത്തെ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. 10 വകുപ്പുകളുടെയെങ്കിലും ഏകോപന ചുമതലയുള്ള MP ആകുന്നതാണ് കൂടുതൽ താല്പര്യം. വോട്ടുകൾ കിട്ടിയത് നടൻ എന്ന രീതിയിലാണെന്ന രമേശ് ചെന്നിത്തലയുടെ പ്രസ്താവനയോട് സുരേഷ് ഗോപി പ്രതികരിച്ചു. മറുപടി എൻ്റെ കയ്യിലുണ്ട്, പക്ഷെ പറയുന്നില്ല. മറുപടി പറഞ്ഞാൽ ഞാൻ ലീഡറിന് നൽകിയ ചെളിയേറാകും. അത് ലീഡറിന് തൻ്റെ നെഞ്ചിൽ ഇപ്പോഴും സ്ഥാനമുണ്ട്. BJP വോട്ടുകൾ മാത്രമല്ല, എല്ലാവരും തനിക്കൊപ്പം നിന്നു. BJP തനിക്കായി അവിടെ മികച്ച പ്രവർത്തനം നടത്തിയെന്നും സുരേഷ് ഗോപി പറഞ്ഞു. തൃശ്ശൂരിന്റെ മാത്രമല്ല, താൻ തമിഴ്നാടിന്റെ കാര്യങ്ങൾ കൂടി നോക്കുന്ന MP ആയിരിക്കുമെന്നും അദ്ദേഹം പ്രതികരിച്ചിരുന്നു. കർണാടകയ്ക്ക് തന്നേക്കാൾ കഴിവുള്ള നേതാക്കളുണ്ടെന്നും സുരേഷ് ഗോപി പ്രതികരിച്ചിരുന്നു. തമിഴ്നാട്ടിൽ നിന്നും BJP MP ഇല്ലാത്ത സാഹചര്യത്തിൽ കൂടിയാണ് സുരേഷ് ഗോപി ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയത്. മാത്രമല്ല, തൃശൂർ പൂര വിവാദത്തിൽ കമ്മീഷണറെയും കളക്ടറെയും മാറ്റരുതെന്നും അവരെ കൊണ്ട് തന്നെ മുമ്പുണ്ടായ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. കൊച്ചി മെട്രോ തൃശൂരിലേക്ക് നീട്ടാൻ വേണ്ടിയുള്ള ശ്രമം തുടരും. കഴിഞ്ഞ കുറേ വർഷമായി ലോക്നാഥ് ബെഹ്റയുമായി ഇക്കാര്യം സംസാരിക്കുന്നുണ്ട്. സാങ്കേതിക കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അന്ന് മെട്രോ അംബാസഡർ ആക്കാൻ നോക്കിയപ്പോൾ അത് ചാണകമാകുമെന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ അവർ പാർലമെന്റിൽ ഈ ചാണകത്തെ സഹിക്കട്ടെ എന്നും സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു. തൃശൂർ പൂരം നടത്തുന്നതിന് പുതിയ രീതി ഉണ്ടാകും. ജനങ്ങളുടെ ആസ്വാദനത്തിലും ആരാധനയിലും പ്രശ്നമില്ലാത്ത വിധം നല്ല രീതിയിൽ നടത്തുന്നതിനുള്ള പദ്ധതിയായിരിക്കും നടപ്പാക്കുക. എന്നെ ഒരു മുറിയിൽ കൊണ്ട് ഒതുക്കരുത്. MP എന്ന നിലയിൽ പല വകുപ്പുകളുമായി ചേർന്ന് പ്രവർത്തിക്കാനാകും. ഇത്തരത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.